Use the correct form of article. There were several battles between English and French in India. There were several battles between English and French in India. Option A, the English and the French. B, the English and French. C, an English and French. D, none of this. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയാതെ വരുമ്പോൾ പണ്ട് ചെയ്തിരുന്നത് എല്ലാ ഓപ്ഷൻസും ഒരുപാട് തവണ വായിക്കും. ഏത് ഓപ്ഷനാണോ കൂടുതൽ ചേരുന്നത് അതിനെ ആൻസറായിട്ട് എടുക്കും. ഞാൻ ഈ പറഞ്ഞതുപോലെ ആൻസർ കണ്ടെത്തിയിട്ടുള്ള മറ്റാരെങ്കിലുമൊക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരിക്കും അല്ലേ? എന്നാൽ ഇനി അത്തരം രീതികളൊന്നുമില്ലാതെ തന്നെ ഇത്തരം ക്വസ്റ്റ്യൻസ് ശരിയായ രീതിയിൽ എങ്ങനെ ആൻസർ ചെയ്യാമെന്ന് നമുക്ക് പഠിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ ആർട്ടിക്കിൾ ദ എവിടെയെല്ലാം ഉപയോഗിക്കാം എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എവിടെയെല്ലാം ആർട്ടിക്കിൾ ദ ഉപയോഗിക്കരുത് എന്നുള്ളതാണ്. ഈ വീഡിയോ കൂടുതൽ മനസ്സിലാവണമെങ്കിൽ ഇതിൻ്റെ മുൻപത്തെ വീഡിയോ കൂടി ഒന്ന് റെഫർ ചെയ്യുന്നത് നല്ലതായിരിക്കും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു മൗണ്ടൻ റേഞ്ചസിൻ്റെ മുൻപിൽ ദ എന്ന ആർട്ടിക്കിൾ ചേർത്താൽ നമ്മൾ പറയാമെന്ന്. ഉദാഹരണത്തിന് ദ ഹിമാലയ എന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അതുപോലെ തന്നെ ദ നന്ദാദേവി, ദ കാഞ്ചൻജംഗ എന്നൊന്നും പറയാറില്ല. കാരണം ഇതൊന്നും മൗണ്ടൻ റേഞ്ചസ് അല്ല, സിംഗിൾ മൗണ്ടെയ്ൻസിൻ്റെ പേരുകളാണ്. ഹിമാലയ എന്നുള്ളത് ഒരു പർവ്വത നിരയാണ്. മൗണ്ടൻ റേഞ്ചസിൻ്റെ മുന്നിൽ ദ എന്ന ആർട്ടിക്കിൾ ചേർക്കും. എന്നാൽ സിംഗിൾ മൗണ്ടൻ്റെ പേരിൻ്റെ മുൻപിൽ നമ്മൾ ദ എന്ന ആർട്ടിക്കിൾ ചേർക്കാറില്ല. അതുപോലെ തന്നെ ദ രാമായണ, ദ മഹാഭാരത എപ്പിക്സിൻ്റെ മുൻപിൽ നമ്മൾ ദ ചേർക്കും അല്ലേ? എന്നാൽ ചില സന്ദർഭങ്ങളിൽ നമ്മൾ റൈറ്ററിൻ്റെ പേര് കൂടി ചേർത്താണ് ഇത്തരം ബുക്സുകൾ പറയാറ്. ഉദാഹരണത്തിന് വാത്മീകീസ് രാമായണ. ഇവിടെ ഞാൻ ഓഥറിൻ്റെ പേര് കൂടി ചേർത്താണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ആദ്യം പറഞ്ഞത് എപ്പിക്സിൻ്റെ മുൻപിൽ ദ എന്ന ആർട്ടിക്കിൾ ചേർക്കണമെന്നാണ്. ആ റൂൾ പ്രകാരം ഇവിടെ നമ്മൾ വാത്മീകീസ് ദ രാമായണ എന്ന് പറഞ്ഞാൽ ഉത്തരം തെറ്റാണ്. ഒന്നുകൂടി ക്ലിയർ ആയിട്ട് പറഞ്ഞാൽ ക്ലാസിക്സ് എപ്പിക്സിൻ്റെ മുൻപിലൊക്കെ ദ എന്ന ആർട്ടിക്കിൾ ചേർക്കാം. എന്നാൽ ഇത്തരം ബുക്സിൻ്റെ മുൻപിൽ ഓഥറിൻ്റെ പേര് ചേർത്തിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ വീണ്ടും ദ എന്ന ആർട്ടിക്കിൾ എഴുതേണ്ട ആവശ്യമില്ല. റിലീജിയസ് കമ്മ്യൂണിറ്റി അതുപോലെ തന്നെ നാഷണാലിറ്റി പറയുമ്പോൾ ദ ചേർത്താ പറയാം. ദ ഹിന്ദുസ്, ദ ക്രിസ്ത്യൻസ്, ദി ഇന്ത്യൻസ്, ദി അമേരിക്കൻസ്, ദി ഇംഗ്ലീഷ്, ദ ചൈനീസ് എന്നിങ്ങനെ. നാഷണാലിറ്റി പറയുമ്പോൾ ദ ചേർക്കാം. എന്നാൽ രാജ്യങ്ങളുടെ പേരിൻ്റെ മുൻപിൽ ദ ചേർക്കില്ല. കുറച്ചുകൂടി ഈസി ആയിട്ട് പറഞ്ഞാൽ ദി ഇന്ത്യ, ദ ഫ്രാൻസ്, ദ ചൈന എന്നൊന്നും പറയില്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞ ആ എക്സാമ്പിൾ ഞാൻ ഒന്നുകൂടി പറയാം. ദി ഇംഗ്ലീഷ്, ദ ചൈനീസ് എന്നിങ്ങനെ. പെട്ടെന്ന് ഇംഗ്ലീഷ്, ചൈനീസ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും ഇത് ലാംഗ്വേജും ആകാമെന്നല്ലേ? എന്നാൽ ഇവിടെ ഞാൻ ഉദ്ദേശിച്ച ഈ വേർഡ്സ് ലാംഗ്വേജ് അല്ല. കാരണം ലാംഗ്വേജിൻ്റെ മുൻപിൽ, ഭാഷകളുടെ മുൻപിൽ നമ്മൾ ആർട്ടിക്കിൾസ് ഉപയോഗിക്കാറില്ല. ദ മലയാളം, ദ ഹിന്ദി എന്നൊക്കെ പറയുന്നത് തെറ്റാണ്. ഇവിടെ ഇംഗ്ലീഷ്, ചൈനീസ് എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് ലാംഗ്വേജസ് അല്ല, മറിച്ച് നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ടല്ലേ ഇംഗ്ലീഷുകാർ, ചൈനീസുകാർ. അതായത് പീപ്പിൾ ഫ്രം ഇംഗ്ലണ്ട് എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഇംഗ്ലീഷ് എന്ന വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ദി ഇംഗ്ലീഷ്, ദ ചൈനീസ് എന്ന് പറഞ്ഞത്. ഞാൻ ഒന്നുകൂടി പറയാം. നാഷണാലിറ്റി കാണിക്കുന്ന വാക്കുകളുടെ മുൻപിൽ നമുക്ക് ദ എന്ന ആർട്ടിക്കിൾ ചേർക്കാം. എന്നാൽ രാജ്യങ്ങളുടെ പേരിൻ്റെ മുൻപിൽ നമ്മൾ ആർട്ടിക്കിൾ ചേർക്കാറില്ല. അതുപോലെ തന്നെ ഭാഷകൾ, ലാംഗ്വേജസിൻ്റെ മുൻപിൽ നമ്മൾ ആർട്ടിക്കിൾ ചേർക്കാറില്ല. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു സെൻറ്റൻസ് കൂടി പറയാം. I have met an Indian in Russia. I have met an Indian in Russia. റഷ്യയിൽ വെച്ച് ഞാൻ ഒരു ഇന്ത്യക്കാരനെ കണ്ടു എന്നാണ് ഈ സെൻറ്റൻസിൻ്റെ അർത്ഥം അല്ലേ?
റഷ്യയിൽ വെച്ച് ഞാൻ ഒരു ഇന്ത്യക്കാരനെ കണ്ടു. ഇവിടെ ഇന്ത്യൻ എന്ന് പറയുന്നത് നാഷണാലിറ്റി കാണിക്കുന്ന വാക്കാണല്ലേ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് നാഷണാലിറ്റി കാണിക്കുന്ന വാക്കുകളുടെ മുൻപിൽ ധ എന്ന ആർട്ടിക്കിൾ ചേർക്കണമെന്നാണ്. ആ റൂള് പ്രകാരം ഇവിടെ ഞാൻ ദി ഇന്ത്യൻ എന്ന് പറയേണ്ടതാണ്. എന്നാൽ ഇവിടെ ഞാൻ ആൻ ഇന്ത്യൻ എന്നാണ് ഉപയോഗിച്ചത്. അതിൻ്റെ കാരണം ഇവിടെ ഇന്ത്യൻ എന്നുള്ളത് ഒരു കൗണ്ടബിൾ നൗണാണ്. ഒരു ഇന്ത്യക്കാരനെ കണ്ടു എന്നർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത്തരം സാഹചര്യങ്ങളിൽ നാഷണാലിറ്റി കാണിക്കുന്ന വാക്കുകളുടെ മുൻപിൽ ധായ്ക്ക് പകരം എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കും. ഐ നോ ദ ജർമ്മൻ ലാംഗ്വേജ് വെരി വെൽ. ഐ നോ ദ ജർമ്മൻ ലാംഗ്വേജ് വെരി വെൽ. ഐ നോ ജർമ്മൻ വെരി വെൽ. ഐ നോ ജർമ്മൻ വെരി വെൽ. ഇവിടെ ഈ രണ്ട് സെൻറ്റൻസിൻ്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്. എനിക്ക് ജർമ്മൻ ഭാഷ നന്നായി അറിയാമെന്ന്. അതായത് ഇത്തരം സാഹചര്യത്തിൽ ഒന്നില്ലെങ്കിൽ ഐ നോ ജർമ്മൻ എന്ന് പറയാം, അല്ല എങ്കിൽ ഐ നോ ദ ജർമ്മൻ ലാംഗ്വേജ് എന്ന് പറയാം. അതായത് ഒരു ഭാഷയുടെ കൂടെ ലാംഗ്വേജ് എന്ന വേർഡ് കൂടി ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ധ എന്ന ആർട്ടിക്കിൾ ചേർത്ത് പറയാം. ഞാൻ ഒന്നുകൂടി പറയാം. ഒരു ഭാഷയുടെ കൂടെ ലാംഗ്വേജ് എന്ന വേർഡ് കൂടി ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ധ ചേർക്കാം. ഇനി ലാംഗ്വേജ് എന്ന വേർഡ് ഇല്ല എങ്കിൽ ആ ഭാഷയുടെ മുൻപിൽ ധ എന്ന ആർട്ടിക്കിൾ ചേർക്കരുത്. ഐ നോ ജർമ്മൻ വെരി വെൽ. വൈസ്, വൈസർ, ദ വൈസസ്റ്റ്. ബിഗ്, ബിഗർ, ദ ബിഗ്ഗസ്റ്റ്. ഇത് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ആണല്ലേ. ഇതിൽ മൂന്നാമത് തന്നിരിക്കുന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. സൂപ്പർലേറ്റീവ് ഡിഗ്രിയുടെ മുൻപിൽ നമ്മൾ ധ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കും. രാഹുൽ ഇസ് ദ ടോളസ്റ്റ് ബോയ് ഇൻ ദ ക്ലാസ്. പൊതുവെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ പേരുകളുടെ മുൻപിൽ ധ എന്ന ആർട്ടിക്കിൾ ഉപയോഗിക്കാറുണ്ട്. ദ പിയാനോ, ദ ഗിറ്റാർ, ദ വയലിൻ എന്നൊക്കെ. എന്നാൽ ഞാൻ പറയാം, ഞാൻ ഒരു പിയാനോ വാങ്ങി. ഞാൻ ഒരു പിയാനോ വാങ്ങി. ഇതെങ്ങനെ പറയും? ഐ ബോട്ട് എ പിയാനോ. ഐ ബോട്ട് എ പിയാനോ. നേരത്തെ ഞാൻ പറഞ്ഞു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ മുൻപിൽ ധ ചേർക്കുമെന്ന്. എന്നാൽ ഈ സെൻറ്റൻസിൽ പിയാനോൻ്റെ മുൻപിൽ ഞാൻ എ എന്ന് മാത്രമാണ് പറഞ്ഞത്. കാരണം ഇവിടെയും പിയാനോ എന്നത് ഒരു കൗണ്ടബിൾ നൗണായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒരു പിയാനോ എന്നർത്ഥത്തിൽ. ഇത്തരം സാഹചര്യത്തിൽ ധായ്ക്ക് പകരം നമ്മൾ എ അല്ലെങ്കിൽ ആൻ ആണ് ഉപയോഗിക്കുക. ഒരു സെൻറ്റൻസ് കൂടി പറയാം. ഐ സ്റ്റാർട്ടഡ് ടു ലേൺ എ പിയാനോ. ഐ സ്റ്റാർട്ടഡ് ടു ലേൺ ദ പിയാനോ. ഇതിലേതാ ശരി? ഐ സ്റ്റാർട്ടഡ് ടു ലേൺ ദ പിയാനോ അല്ലേ. ലേണിംഗ് അല്ലെങ്കിൽ പ്ലേയുമായി റിലേറ്റ് ചെയ്താണ് നമ്മൾ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് പറയുന്നതെങ്കിൽ അവിടെ നമ്മൾ ധായാണ് ഉപയോഗിക്കുക. ഞാൻ ഒന്നുകൂടി പറയാം. ലേണിംഗ് അല്ലെങ്കിൽ പ്ലേയിങ്ങുമായി റിലേറ്റ് ചെയ്താണ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് പറയുന്നതെങ്കിൽ അവിടെ നമ്മൾ ധായ് ഉപയോഗിക്കും. എന്നാൽ ഒരെണ്ണം എന്ന രീതിയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ എ അല്ലെങ്കിൽ ആൻ ആണ് ഉപയോഗിക്കുക. ഇതേപോലെ തന്നെ സയൻസ് ആൻഡ് ടെക്നോളജിയിലെ പ്രധാന കണ്ടുപിടുത്തങ്ങൾ പറയുമ്പോൾ അവിടെ ധ എന്ന ആർട്ടിക്കിളാണ് ഉപയോഗിക്കുക. ദ റേഡിയോ വാസ് ഇൻവെൻറ്റഡ് ബൈ മാർക്കോണി. ദ റേഡിയോ വാസ് ഇൻവെൻറ്റഡ് ബൈ മാർക്കോണി. എന്നാൽ ഷോപ്പിൽ ചെന്ന് എനിക്കൊരു റേഡിയോ വേണമെന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഐ വോണ്ട് ദ റേഡിയോ എന്നല്ല, ഐ വോണ്ട് എ റേഡിയോ എന്നാ പറയാം. ഇവിടെയും കൗണ്ടബിൾ നൗണിൻ്റെ മുൻപിൽ നമ്മൾ എ അല്ലെങ്കിൽ ആൻ ആണ് ഉപയോഗിക്കുക. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ധ എന്ന ആർട്ടിക്കിൾ എവിടെയെല്ലാം ഉപയോഗിക്കരുത് എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ വീഡിയോൻ്റെ തുടക്കത്തിൽ ഞാനൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിരുന്നു. ഇനി അതൊന്ന് ആൻസർ ചെയ്ത് നോക്കൂ കേട്ടോ. ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ കുഴപ്പിക്കുന്നത് എവിടെയെല്ലാം നമ്മൾ റൂൾസ് പറയുന്നു അവിടെയെല്ലാം നമ്മൾ എക്സെപ്ഷൻസും പറയും. അപ്പോൾ പഠിക്കുന്നത് എന്തോ അത് നന്നായി മനസ്സിലായി പഠിക്കുക. ഹാപ്പി ലേണിംഗ്. താങ്ക് യു.